നമസ്കാരം. ആഗോള കപ്പൽ മേഖലയിൽ കപ്പൽ സേവന രംഗത്ത് ഡ്രാഗൺ സർവീസിനു പകരം എലിഫന്റ് സർവീസ് ഉയർന്നു വരുമോ? സെയിൽ കമന്ററി ആരംഭിക്കുന്നു. ആഗോളതലത്തിൽ ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രി പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്യാൻ എത്തുന്നത്. മെയ് മാസം 2-ാം തീയതി വെള്ളിയാഴ്ചയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ദിവസം. ഈ സന്ദർഭം വളരെ വൈകി, ഉദ്ഘാടനം ചെയ്യാനും കമ്മീഷൻ ചെയ്യാനും ഒക്കെ വളരെ വൈകിയെങ്കിലും എന്തായാലും ഇപ്പോഴെങ്കിലും ഉദ്ഘാടനം ചെയ്യാൻ, കമ്മീഷൻ ചെയ്യാൻ തീരുമാനിച്ചവരെ അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ഈ സന്ദർഭം ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ ഇവിടെ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന അപ്പോളിന് ഒരുപക്ഷെ ഇപ്പോ ബർത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. ഇവിടെ വന്ന പ്രധാനപ്പെട്ട കപ്പൽ സർവീസ് നമ്മൾ പരിശോധിക്കുമ്പോൾ മിയ മുതൽ അപ്പോളിൻ വരെ ശരാശരി 14.68 മീറ്റർ ഡ്രാഫ്റ്റിലാണ് ഇവിടെ വരുന്നത്. 14.68 ശരാശരിയാണ്. ഇപ്പോൾ വന്ന കപ്പലുകൾ മിയ, മിറിയം, അമേലിയ, മിഷേൽ, ഡെലറ്റ, തുർക്കിയെ, അലഗ്ര, അപ്പോളിൻ. പിന്നാലെ എറിന വരുന്നുണ്ട്. എറിന പിന്നീടാണ് വരുന്നത്. എറിന ഇപ്പോൾ നമ്മുടെ മുമ്പിലൂടെ കിഴക്കോട്ട് പോവുകയാണ്. ഇത്രയും കപ്പലുകൾ വരികയോ വന്നുകൊണ്ടിരിക്കുകയോ ചെയ്യുമ്പോൾ ശരാശരി ഡ്രാഫ്റ്റ് 14.68 മീറ്റർ. എന്നാൽ ഇവിടെ നിന്ന് പോകുമ്പോൾ, നമ്മുടെ ട്രിവാൻഡ്രം പോർട്ടിൽ നിന്ന് പോകുമ്പോൾ അത് 16.3 മീറ്റർ ഡ്രാഫ്റ്റായിട്ട് താഴുന്നോ ഉയരുന്നോ എന്ന് നമുക്ക് പറയാം. ഏകദേശം ഒരു 1.25-2 മീറ്ററാണ് ശരാശരി ലോഡ് ഇവിടെ നിന്ന് കയറുന്നത്. ഇത് ഇനി ആഗോളതലത്തിൽ ഇതൊരു വലിയ മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നോർവീജിയൻ ടാരിഫ് പ്ലാറ്റ്ഫോം ക്സെനട്ട എന്ന് പറയുന്ന മറൈൻ രംഗത്തെ, ഈ കപ്പൽ രംഗത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിന്റെ ചീഫ് അനലിസ്റ്റ് പീറ്റർ സാൻഡ് പറയുന്നത് ഈ ആഗോള ഷിപ്പിംഗ് സർവീസിൽ, സപ്ലൈ ചെയിനിൽ വലിയ മാറ്റങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്. ആ മാറ്റത്തിന്റെ നടുക്ക് തന്നെയാണ് പ്രധാനമന്ത്രി നമ്മുടെ പ്രൊജക്ട് കമ്മീഷൻ ചെയ്യാൻ പോകുമ്പോൾ ഇതൊരു ആഗോള വാർത്തയും ആഗോള ഡെസ്റ്റിനേഷനുമായി മാറാൻ സാധ്യതയുള്ള ഒരു സന്ദർഭമായി നമ്മൾ ഇതിനെ മാറ്റിയെടുത്താൽ ഡ്രാഗൺ സർവീസ് പകരം എലിഫന്റ് സർവീസ് ഉയർന്നു വരാം. തോക്കെടുത്ത് വെടിവെക്കുന്നതിനേക്കാൾ വളരെ ശക്തമായ സമരമാണ് ആഗോളതലത്തിൽ നടക്കുന്നത്, പ്രത്യേകിച്ച് അമേരിക്കയും ചൈനയുമായിട്ട്. 245% ഡ്യൂട്ടി അമേരിക്ക ചൈനയുടെ മേൽ ചുമത്തിയിരിക്കുന്നത്. തിരിച്ച് ചൈന പ്രധാനപ്പെട്ട യന്ത്രഭാഗങ്ങൾ, ബോയിങ് വിമാനം ഉൾപ്പെടെ, അതിന്റെ യന്ത്രഭാഗങ്ങൾ ഉൾപ്പെടെ അമേരിക്കയിൽ നിന്ന് വാങ്ങണ്ട എന്നുള്ള തിരിച്ചടി നൽകിയിരിക്കുന്നു. ഇവിടെ നമ്മുടെ മുമ്പിൽ കൂടി പോകുന്ന കപ്പലുകളിൽ ഇത് പ്രകടമായ മാറ്റമുണ്ടാക്കും എന്നുള്ളതാണ് ശ്രീ പീറ്റർ സാൻഡ് വിലയിരുത്തുന്നത്. The tariffs are also ready having an impact on shipping. അമേരിക്കയുടെ താരിഫ് യുദ്ധം കപ്പൽ മേഖലയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നതാണ്. കണ്ടെയ്നർ വോളിയൂംസ് ഫ്രം ചൈന ടു ദി USA, ഫോർ എക്സാമ്പിൾ, ഹാവ് ഫാളൻ ഷാർപ്പ്ലി. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോളിൻ, എറിന, എനിക്ക് ആ സ്പെല്ലിംഗ്, നമ്മുടെ എറിന അല്ല, അതിനു മുമ്പുള്ള ഈ കപ്പലുകൾ ഇനി 14.7 അല്ലെങ്കിൽ ശരാശരി 14.68 മീറ്റർ ആയിരിക്കില്ല ഇനി വരുന്നത്. അതിനേക്കാൾ താഴാനാണ് സാധ്യത.
ചിലപ്പോൾ ഇത്തരം വലിയ കപ്പലുകളെ തന്നെ MSC ഈ ട്രേഡിൽ നിന്ന്, ഈ സേവന മേഖലയിൽ നിന്ന് മാറ്റിയിട്ട് ചെറുകിട കപ്പലിനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. കാരണം ചൈനയിൽ നിന്ന് ചരക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയാൽ പിന്നെയുള്ളത് യൂറോപ്പാണ്. ചൈനീസ് പ്രീമിയർ യൂറോപ്പിൽ ഒരുപാട് പ്രീണനം നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളെ കയ്യിലെടുക്കുവാനുള്ള പല തന്ത്രങ്ങൾ ചൈന പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗണ്യമായ കുറവുണ്ടാവില്ലെങ്കിലും ഈ MSCയുടെ ഇത്രയും വലിപ്പമേറിയ കപ്പലുകൾ ഓടേണ്ടി വരുമോ എന്നവർ ഒന്നുകൂടി ചിന്തിക്കും. അത്തരത്തിലാണ് പുതിയ നീക്കം വരുന്നത്. കണ്ടെയ്നർ വോളിയംസ് ഫ്രം ചൈന ടു ദ USA, ഫോർ എക്സാമ്പിൾ, ഹാവ് ഫാളൻ ഷാർപ്ലി. ഷിപ്പിംഗ് കമ്പനീസ് ഹാവ് സ്റ്റാർട്ടഡ് ടു പുൾ ഔട്ട് ഓഫ് ചൈന ഇൻ പെർട്ടിക്കുലർ ആസ് ബുക്കിംഗ്സ് ഹാവ് ഫാളൻ ഷാർപ്ലി. അവിടെ നിന്ന് കപ്പലുകൾ തന്നെ മാറ്റുന്ന തരത്തിൽ ചൈന ഷിപ്പിംഗ് കമ്പനീസ് ഹാവ് സ്റ്റാർട്ടഡ് ടു പുൾ ഔട്ട്, കപ്പലുകളെ പിൻവലിക്കുന്ന തരത്തിൽ വരെ തീരുമാനമെടുത്തിരിക്കുന്നു. കാരണം എന്താണ്? അത്രയധികം ബുക്കിംഗ് കുറയുന്നു. വളരെ ഇമ്പാക്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ കപ്പലോടിച്ചുകൊണ്ടിരിക്കുന്ന വമ്പൻ കപ്പൽ കമ്പനികൾക്കെല്ലാം ആ നിരോധനത്തിന്റെ ഇമ്പാക്ട് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അതാണ് ഈ ഡ്രാഗൺ സർവീസ് മാറി എലഫന്റ് സർവീസ് ഉയരുമോ എന്നുള്ളത്. ഒരുപാട് കമ്പനികൾ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് മേഖലയിലെ നിരവധി കമ്പനികൾ ഇന്ത്യയിലോട്ട് പറിച്ചു നടാൻ ആഗ്രഹിക്കുന്നു. അതിനനുസരിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വലിയ മാറ്റങ്ങൾ, PLI ഉൾപ്പെടെ, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് ഉൾപ്പെടെ നൽകി അവിടെ നിന്ന് മാറുന്ന അമേരിക്കൻ കമ്പനികളെ സ്വീകരിക്കുവാൻ, അതാണ് ഞാൻ പറഞ്ഞത്, ആഗോളതലത്തിൽ വലിയ മാറ്റമാണ് ഈ ദിവസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനവും ഉദ്ഘാടനവും വലിയ ഗ്ലോബൽ, വെറും വാർത്തയ്ക്കപ്പുറം വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന്, ആഗോള ക്യാപിറ്റലിന് തീരുമാനങ്ങൾ എടുക്കുന്നതിനെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ആ ഗ്ലോബൽ വാർത്തകൾ മാറും എന്നുള്ളതാണ് സെയിലിംഗ് കമന്ററിയുടെ വിലയിരുത്തൽ. 2025 രണ്ടാം പകുതി വളരെ വളരെ നിർണായകമാണ്. കപ്പൽ കമ്പനികൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മളെയും അത് ബാധിക്കും. പക്ഷേ അത് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ എങ്ങനെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ വിഷയം. ചൈനയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് കാര്യമായ വിഷയമാകേണ്ടതില്ല. മറിച്ച് ചൈനയിൽ സംഭവിക്കുന്ന ആ മാറ്റം നമുക്ക് ഗുണകരമായി മാറ്റുവാൻ ദേശീയ നേതൃത്വം, ദേശീയ ഗവൺമെന്റ് താല്പര്യമെടുക്കണം. അതുപോലെ സംസ്ഥാന ഗവൺമെന്റുകളും. ദ ട്രേഡ് വാർ ഹാസ് എ ക്ലിയർ ഇമ്പാക്ട്, ലോവർ ഡിമാൻഡ്. അതാണ് വരുന്നത്. ഈ ട്രേഡ് വാറിലൂടെ സാധനങ്ങൾ വാങ്ങാൻ ആളില്ലാതെ വരുന്നു. ഉപരോധം ഏർപ്പെടുത്തി 245% നികുതി അടച്ച് അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാളും ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യില്ല. ഇറക്കുമതി ചെയ്താൽ അവർക്ക് അവിടെ വിൽക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമ്മുടെ 26%, ഇന്ത്യയുടെ 26% നൽകിയുള്ള ഉൽപ്പന്നങ്ങൾക്ക്, അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ദ ട്രേഡ് വാർ ഹാസ് എ ക്ലിയർ ഇമ്പാക്ട്, lower demand. Shipping companies will respond by cancelling more sailings in the coming weeks and months. ഇതാണ് നമ്മുടെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ജെയ്ഡ് സർവീസിലും ഡ്രാഗൺ സർവീസിലും കെറിയോക്ക സർവീസിലും ഒക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രകടമായ മാറ്റങ്ങൾ നമുക്കും കാണാൻ പറ്റിയേക്കും. പക്ഷെ അവിടെ നമ്മൾ ബുദ്ധിപൂർവ്വം വേഗത്തിൽ കരുക്കൾ നീക്കിയാൽ ഈ കപ്പലുകൾ, ഇന്ന് ചൈനയിലോട്ട് പോയിരിക്കുന്ന കപ്പലുകൾ നേരെ ഇന്ത്യയിലോട്ട് വരികയും നമ്മുടെ ട്രിവാൻഡ്രം പോർട്ടിലോട്ട് വരികയും ഇവിടെ നിന്നായിരിക്കും ചരക്കിന്റെ ഒറിജിൻ എന്നുള്ള തരത്തിൽ മാറ്റിയെടുക്കാൻ. ഇപ്പോൾ ചെന്നൈയിൽ നിന്നുള്ള ചരക്ക് പോലും തൂത്തുക്കുടി വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ നമ്മുടെ പോർട്ടിലെത്തി നേരെ അമേരിക്കയിലോട്ട് കപ്പൽ കയറുന്ന ദിവസങ്ങൾ വളരെ അടുത്തു വരുന്നു എന്നുള്ളതാണ് സെയിലിംഗ് കമന്ററി ഈ റിപ്പോർട്ടിലൂടെ ഒരു വിലയിരുത്തലായി കാണുന്നത്. Signing off, Ilyas John.